രാവിലത്തെ ചായയും കടിയും ആ തിരക്കൊന്ന് കഴിഞ്ഞ് പിന്നെ ധ്വനി ബേബീനെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അവളെ ഇന്ന് പാട്ടിലും ചൂട്ടിലൊക്കെ ഒന്ന് ആക്കി ഉറക്കി കിടത്തി കഴിഞ്ഞപ്പോഴത്തേനെ ഒരു വിധമായിരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അമ്മ രാവിലെ ഇതാ കടയിലൊക്കെ പോയി വന്ന്, അപ്പോൾ ഞാൻ ഇന്നലെ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കടല ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കടലക്കറി വെക്കണം എന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ സവോളയൊന്നും ഇല്ല കേട്ടോ, ഒട്ടുമില്ല സവോള. അപ്പോൾ സവോളയും ഉള്ളി ചെറിയ ഉള്ളിയൊക്കെ കമ്മിയായിരുന്നു. അപ്പോൾ അമ്മ രാവിലെ കടയിൽ പോയിട്ട് സാധനങ്ങൾ മേടിച്ചിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ കേട്ടോ. ചോറൊക്കെ ഇതാ അടുപ്പത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ചോറ് വേവാനാവുന്നേ ഉള്ളൂ. അപ്പോൾ രാവിലെ ഇന്നിപ്പോൾ ദോശയായിരുന്നു. അപ്പോൾ ദോശയാകുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ദോശ ചൂടാനാകുമ്പോൾ കുറച്ച് സമയം എടുക്കും എന്നുള്ളത്. ഇഡ്ഡലി ആകുമ്പോൾ പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ വേഗം ആവിയിൽ അതുകൊണ്ട് ഒഴിച്ച് ആയിട്ടുണ്ടെങ്കിൽ വേഗം എടുത്ത് നമുക്ക് ആവിയാണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്കെടുത്ത് കഴിക്കും. ഇത് അങ്ങനെയല്ല, ഒരു കൂടെ ഒരാൾ നിൽക്കണമല്ലോ ദോശയ്ക്കാവുമ്പോൾ. അപ്പോൾ ഇന്ന് എന്തായാലും കുറച്ച് നേരം വൈകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട്. അരി ഇനി വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് കടല വേവിക്കാൻ വെക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നോക്കുമ്പോഴാണ് സവോള ഇല്ല, തക്കാളി ഒരെണ്ണം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇനി എന്തായാലും സവോളയൊന്നും ഇല്ലാതെ എങ്ങനെ ഇപ്പോൾ വെക്കുക, ചെറിയുള്ളി ഇല്ല, അല്ലെങ്കിൽ ചെറിയുള്ളി ഇട്ടിട്ടെങ്കിലും വെക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ചെറിയുള്ളി ഇല്ല. അപ്പം എന്നാൽ ശരി അമ്മ കടയിൽ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നുകൊണ്ട് കുറച്ച് നേരം വൈകി കേട്ടോ. അപ്പോൾ അങ്ങനെ കടലയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ കുക്കറിൽ വെക്കുകയാണ്. ഈ കുക്കറിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഇതുമെല്ലാം നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വിസിൽ വരാൻ സമയത്ത് വിസിൽ വന്നതിന് ശേഷം എല്ലാ മസാലയും പുറത്തു കൂടെ അങ്ങനെ പോവാട്ടോ. നമ്മൾ എത്ര വെള്ളം കമ്മിയാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ശരി കേട്ടോ, അത് പുറത്തേക്ക് പോവുക, അങ്ങനെ ലീക്കായിട്ട് ഇങ്ങനെ പോവാട്ടോ വെള്ളം. കാരണം നമ്മൾ ഇത് വെള്ളത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മളെല്ലാ മസാലകളും കൂട്ടിയിട്ടല്ലേ വെക്കുക. പിന്നെ എല്ലാതും അതിൻ്റെ സത്തുകളെല്ലാം, ഇപ്പോൾ നമ്മൾ തക്കാളി ആണെങ്കിലും സവോള ആണെങ്കിലും തക്കാളിയുടെയൊക്കെ പുളിയാണെങ്കിലും പിന്നെ മസാലയൊക്കെ ഇട്ടിട്ട് വെക്കുമ്പോൾ മസാലകളൊക്കെ മുളകും മല്ലി അതെല്ലാം ഇങ്ങനെ വെള്ളത്തോടു കൂടി ലീക്കായി പോകുമ്പോഴോ പിന്നെ ആദ്യം നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. അപ്പം എന്നാലും വേണ്ടില്ല, വെന്ത് കിട്ടുമല്ലോ കടല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൽ വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പം അങ്ങനെ ഇതാ കുക്കറിൽ ഞാൻ എന്തായാലും ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു തേങ്ങ പൊളിച്ച് അരയ്ക്കണം, ഒരു മുറി എടുത്ത് അരയ്ക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് വേഗം പെട്ടെന്നൊരു തേങ്ങയൊക്കെ എടുത്ത് അരച്ചു കേട്ടോ. ചിരവി വേഗം കൊണ്ടുവന്ന് അമ്മ അപ്പോഴത്തേനും പുറത്ത് കുറച്ച് വറകും കാര്യങ്ങളൊക്കെ വെട്ടി വെക്കാണ്ടായിരുന്നു. അപ്പോൾ അമ്മ അതിനൊക്കെ പോയി വന്നിട്ട് ഇനി കുറച്ച് വെള്ളം കുടിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ വെള്ളം കുടിക്കാൻ വേണ്ടി നിൽക്കണം കേട്ടോ. എത്ര നമ്മൾ വിറക് വെട്ടി വെച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഈ അടുപ്പായതുകൊണ്ട് കുറച്ചധികം തീ കത്തണം എന്നുണ്ടെങ്കിൽ തോനെ വിറക് വേണം. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ ചോറും വെക്കുമ്പോൾ പിന്നെ കനലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ നമ്മളത് കറികളാണെങ്കിൽ ശരി അങ്ങനെ വെക്കാറാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വെള്ളം ചൂടാക്കാനോ അങ്ങനെ വെക്കും കേട്ടോ കനലുണ്ടെങ്കിൽ. കാരണം ആ കനലിൽ തന്നെ വെള്ളം പെട്ടെന്ന് ചൂടായി കിട്ടും കേട്ടോ. അപ്പോൾ ഒരാൾക്ക് കുളിക്കേണ്ട വെള്ളമൊക്കെ ആണെങ്കിൽ ആ കനലിൽ പെട്ടെന്ന് ചൂടായി കിട്ടും, കാരണം അടുപ്പ് നല്ല ചൂടായി കിടക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ തേങ്ങയൊക്കെ ചിരവിയെടുത്തു. ഇനി എന്തായാലും ഇതൊന്ന് അരച്ചെടുക്കണം. ഞാൻ എന്താണെന്നറിയോ, ഞാൻ കടലയാണെങ്കിൽ എന്ത് ഇതാണെന്നല്ലെങ്കിൽ അടുപ്പത്ത് വെക്കുമ്പോഴത്തേന് തന്നെ തേങ്ങയൊക്കെ ചിരവി അരച്ച് റെഡിയാക്കി വെക്കും കേട്ടോ. എന്നാൽ പിന്നെ കറികളാണെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും പാകത്തിന് വേവായിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തേങ്ങ എടുത്ത് ഒഴിച്ചിട്ട് വേഗം റെഡിയാക്കി എടുക്കാമല്ലോ. അങ്ങനെ ഞാൻ എളുപ്പത്തിന് ചിലപ്പോൾ ഞാൻ ആദ്യം പെട്ടെന്നൊക്കെ വേവുന്ന കറികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയോ, പെട്ടെന്ന് തേങ്ങയൊക്കെ അരച്ച് റെഡിയാക്കി വെക്കും കേട്ടോ. അപ്പം അങ്ങനെ തേങ്ങയൊക്കെ അരച്ച് റെഡിയാക്കി വെച്ച് കൊണ്ടുവന്നു. അപ്പോൾ ഉണക്കമീൻ ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ഉണക്കമീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അതെല്ലാം കഴുകി വൃത്തിയാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് എനിക്ക് വിശന്നിട്ട് വയ്യട്ടോ. ഞാൻ പറഞ്ഞല്ലോ രാവിലത്തെ ചായയും കടിയും കുറച്ച് വൈകിയെന്ന് പറഞ്ഞു. പിന്നെ ഈ പണിയൊക്കെ എടുത്തു തുടങ്ങിയപ്പോഴത്തേനും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടവും പാച്ചിലൊക്കെ കാരണം, പിന്നെ ധ്വനി ബേബീനെ കുളിപ്പിക്കൽ കഴിക്കാൻ കൊടുക്കൽ ആ തിരക്കൊക്കെ കാരണം വിശന്നു കേട്ടോ. എനിക്ക് നല്ലാണ്ട് വിശന്നു. അപ്പം ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, രാവിലത്തെ കുറച്ച് ചായ ഇരിപ്പുണ്ടായിരുന്നു, വേഗം അതൊക്കെ ഒന്ന് ചെറുതായി ചൂടാക്കി വീണ്ടും 2 ദോശയൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വിശന്നിട്ട് വയ്യ. കാരണം ചോറുണേണ്ട സമയത്ത് ചോറൊക്കെ ആയിരിക്കണം, ഇനി കറി ആവണം, അത്ര മാത്രമേ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാം, വേഗം ദോശ എടുത്ത് കഴിച്ചു. ധ്വനി ബേബി ഇനി ഉറങ്ങി നീച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കൂല കേട്ടോ. അങ്ങനെ ഒരു ഇതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ വാശി പിടിച്ചാൽ കഴിക്കൂല കേട്ടോ ആള്. അപ്പോൾ ഇപ്പോൾ കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ സോപ്പിട്ട് മയക്കി നിർത്തിയിട്ട് ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കുമ്പോൾ ഒരു 2, 3, 4, 5 വായ കഴിക്കും കേട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ വല്ല സ്നാക്സോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ
അവൾക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പിന്നെ അധികം വിശപ്പുണ്ടാവില്ലല്ലോ. കുട്ടി കളിക്കുകയെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കുക. പിന്നെ നമ്മളിങ്ങനെ അവൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് കൊടുത്താൽ അവൾ കഴിക്കൂല കേട്ടോ. അപ്പോൾ ആ കാർട്ടൂണിലൊക്കെ ഇങ്ങനെ മുഴുകിയിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വായിൽ വെച്ച് കൊടുത്താൽ വേഗം കഴിക്കും. ഫോണൊന്നും ഇങ്ങനെ കളിക്കാൻ കൊടുക്കില്ല കേട്ടോ. അതന്നെ വലിയൊരു സമാധാനം. കാർട്ടൂൺ ടി വിയിലിട്ട് കൊടുക്കും. ആ ടി വിയിലിട്ട് കൊടുത്താൽ അതിങ്ങനെ കണ്ടുകൊണ്ട് കുറച്ച് നേരം ഇരിക്കും. അത് കഴിഞ്ഞ് അവൾക്ക് മടുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവളുടെ ടോയ്സൊക്കെ എടുത്തിട്ട് അവൾ കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശന്നിട്ട് എനിക്ക് പാതി ചോറൊക്കെ വെന്ത് ഊറ്റി കറി 2 വിസിലൊക്കെ വന്നു, തേങ്ങയൊക്കെ അരച്ച് വെച്ചു. അപ്പോഴത്തേന് തന്നെ എനിക്ക് ഭയങ്കര വിശപ്പ്. അങ്ങനെ അത് കഴിക്കലൊക്കെ കഴിഞ്ഞു. അമ്മ അതാ മീനൊക്കെ നന്നാക്കി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ചോറൊക്കെ വെന്തു, ചോറ് വാർത്ത് വെച്ചിരിക്കണു. അമ്മ രാവിലെ കടയിൽ പോയി വന്നുകൊണ്ടേ. അപ്പോൾ അങ്ങനെ കുറച്ച് ഉണക്കമീനും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഉണക്കലമീൻ പിന്നെ നമ്മ നന്നാക്കി മസാലയൊക്കെ പുരട്ടി തന്നുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് അത് വറുത്തെടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ. പിന്നെ ഫ്രണ്ട്സ് ഒരുപാട് പേര് നമ്മുടെ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെയൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇപ്പോൾ പുതിയൊരു ഇതും കൂടി വന്നിട്ടുണ്ട്. മെസ്സേജ് ഓപ്ഷൻ്റെ അവിടെ ഹൈപ്പ് വന്നിട്ടുണ്ട്. ഹൈപ്പ് കാണുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്ത് വീഡിയോ കാണാനും കൂടി ശ്രദ്ധിക്കണേ. എന്നാൽ എല്ലാവരുടെ അടുത്തേക്ക് നമ്മുടെ വീഡിയോ എത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ ഉണക്കമീനൊക്കെ എന്തായാലും റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. ഇനി ഒറ്റ പ്രാവശ്യം വറുത്തെടുക്കാൻ തന്നെ ഉള്ളൂ. ഇപ്പോൾ ഇതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറുണ്ണാം. പിന്നെ ഞാനിപ്പോൾ ദോശ കഴിച്ചുകൊണ്ട് എന്തായാലും ഇനിയിപ്പോൾ കുറച്ചും കൂടി വൈകിട്ടേ ഞങ്ങൾ കഴിക്കേണ്ടാവുള്ളൂ. പിന്നെ വൈകിട്ട് രാത്രിയാണെന്നുണ്ടെങ്കിലും മോളൊക്കെ ഉറങ്ങാനൊക്കെ വൈകുന്നതുകൊണ്ടൊക്കെ ഞങ്ങൾ അധികം വൈകിട്ട് തന്നെ കേട്ടോ, നല്ല വൈകിട്ടൊക്കെ തന്നെ കേട്ടോ ഭക്ഷണമൊക്കെ കഴിക്കുക. ചിലപ്പോൾ 10 മണിയൊക്കെ ആവും, ചിലപ്പോൾ 9:30 അങ്ങനെയൊക്കെ. അത്ര നേരത്തെയൊന്നും രാത്രി ഭക്ഷണം കഴിക്കാറില്ല കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് രാവിലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊക്കെ ബാലൻസ് ഇരിപ്പുണ്ടെങ്കിൽ അത് കഴിക്കും. ഒന്നും കളയാൻ പറ്റില്ലല്ലോ, നമ്മൾ ഒരുപാട് ഭക്ഷണം വേസ്റ്റാക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ ഇഷ്ടമല്ല കേട്ടോ ഭക്ഷണം വേസ്റ്റാക്കി കളയുന്നത്. അതിനുള്ളത് തന്നെ നമ്മൾ വെക്കുള്ളൂ. കാരണം ഇപ്പോൾ ഞാനും അമ്മയും മോള് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ അനിയത്തിമാരൊക്കെ വരുമ്പോഴാണ്. എന്നാലും ശരി, മക്കളൊക്കെ വരുമ്പോൾ ഒരുപാട് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഉണ്ടാക്കി തന്നെ അവർ മക്കൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിച്ചോളും. ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ മസാലയൊക്കെ പോവുകയാണെന്ന്. ഇതാണ് കേട്ടോ, എല്ലാം പോവുകയാണ് ഈ കുക്കർ. അപ്പോൾ എന്തായാലും അതൊന്ന് മാറ്റിയെടുക്കാൻ ടൈമായിരിക്കുന്നു. അങ്ങനെ ധോനി ബേബി ഇത് ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റു. അമ്മയും തന്നെ അമ്മ 2 ദോശയൊക്കെ എടുത്തതാട്ട കഴിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ധോനി ബേബി എണീച്ചു. അപ്പം അങ്ങനെ അവൾക്ക് കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ട് അമ്മ അവൾക്കും കൂടി വായിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ എന്തായാലും നല്ല വിശന്ന ടൈമാട്ടോ. അപ്പോൾ അവളും നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അവളത് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അവളുടേതായ ജോലിയിൽ മുഴുകിയിട്ടാണ്. വേറൊന്നുമല്ല, അവൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും തന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഭക്ഷണമൊക്കെ എടുത്തിട്ട് ഞാനും കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ അമ്മ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനും അമ്മ ഒരുമിച്ചിട്ടാണ് തന്നെ ഭക്ഷണം കഴിച്ചത്. അമ്മ വെളിയിലിരുന്നിട്ടാട്ടോ കഴിക്കുന്നത്. അമ്മ എപ്പോഴും അങ്ങനെ സിറ്റൗട്ടിലൊക്കെ പോയിരുന്ന് അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട്. പിന്നെ നല്ല മഴയാണ് കേട്ടോ, നമുക്ക് ഒരു കുറവുമില്ല, മഴയ്ക്കൊന്നും ഇവിടെ ഒരു കുറവുമില്ല. ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ ആ സമയത്തും കൂടി നല്ല പെരുത്ത മഴയാണ് കേട്ടോ. മഴയ്ക്കൊരു കുറവുമില്ല. മഴ പെയ്യട്ടേലേ, എന്നാലല്ലേ നമുക്ക് വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാവുള്ളൂ. പക്ഷെ നന്നായിട്ട് ഇങ്ങനെ നിന്ന് പെയ്യുമ്പോൾ നമുക്ക് ചില സമയത്ത് ഭയം തോന്നും കേട്ടോ. അതുമാത്രമുള്ളൊരു പേടി. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ടാറ്റ.